ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദോശമാവ് ഇഡ്ഡലി മാവ് ഒന്നുമില്ലെങ്കിലും സാരമില്ല, രാവിലെ നല്ല രുചികരമായിട്ടുള്ള നല്ല അടിപൊളി ദോശയാണ്. 10 മിനിറ്റിൽ ഉണ്ടാക്കാം ഇത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ബീറ്റ്റൂട്ട് കൂടി ഉപയോഗിക്കുന്നുണ്ട്. ബീറ്റ്റൂട്ട് നല്ലതാണല്ലോ ശരീരത്തിന്, അട്രാക്റ്റീവായിട്ടുള്ള കളറുമാണ്. എന്നാൽ ബീറ്റ്റൂട്ട് ചേർത്തത് കൊണ്ട് ദോശയിൽ യാതൊരുവിധ രുചി വ്യത്യാസവും നമുക്ക് അനുഭവപ്പെടില്ല. ഒരു പകുതി ബീറ്റ്റൂട്ടാണ് എടുത്തത്. ഇത് മിക്സിയിൽ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ച ബീറ്റ്റൂട്ടിൽ ഒരല്പം വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യമേ വെള്ളം ചേർത്താണ് അരയ്ക്കുന്നതെങ്കിൽ മുഴുവനായിട്ട് അരയുകയില്ല. ഇതൊന്ന് പൊടിച്ചതിന് ശേഷമാകുമ്പോൾ പെട്ടെന്ന് നല്ലതുപോലെ അരഞ്ഞു കിട്ടും. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ 1 മുട്ട കൂടി ചേർക്കാം. മുട്ട ചേർക്കുമ്പോഴാണ് ഗോതമ്പ് ദോശയ്ക്ക് കൂടുതൽ ടേസ്റ്റ്. എന്ന് വെച്ച് മുട്ട ഇല്ലെങ്കിലും ദോശ ഉണ്ടാക്കാം. പാനിൽ നിന്ന് സുഖമായിട്ട് വിട്ടുവരും ഈ ഗോതമ്പ് ദോശ. ഇതിൽ 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ 2-3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. സവാളയാണെങ്കിൽ ഒരല്പം സവാള ചേർത്താൽ മതി. ഇതിലിനി 1 പിടി തേങ്ങ കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ ഈ ദോശമാവിൽ എന്തൊക്കെയാണ് ചേർത്തതെന്ന്. പണ്ടിങ്ങനെ ആയിരുന്നില്ല. വെറും ഗോതമ്പ് മാവിൽ അല്പം ഉപ്പും കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് എൻ്റെ അമ്മ ദോശ ചുടുമായിരുന്നു. വിശപ്പുണ്ടെങ്കിൽ അതൊക്കെ നല്ല ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം തൈരുണ്ടായിരുന്നു, 2 ടേബിൾ സ്പൂൺ തൈര്, അതുകൂടി ചേർത്തു. തൈര് കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് പുളി കൂടി കിട്ടുമല്ലോ. ഇതിനി ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ആ സമയം കൊണ്ട് ഒരു ചട്നി കൂടി റെഡിയാക്കാം. ഈ ദോശ കഴിക്കാൻ ചട്നി ഒന്നുമില്ലെങ്കിലും വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല രുചികരമായ മുളക് പൊടിയുടെയും ടൊമാറ്റോ ഓണിയൻ ചട്നിയുടെയും ഒക്കെ ധാരാളം റെസിപ്പീസ് ഈ ചാനലിൽ ഉണ്ട്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളകാണ് അരയ്ക്കാൻ പോകുന്നത്. കാന്താരി മുളക് 1 എണ്ണം മാത്രം അരയ്ക്കുകയാണ്, എരിവ് കൂടുതലാണ് അതുകൊണ്ട്. 2 ചെറിയ ഉള്ളി ചേർക്കാം, അല്ലെങ്കിൽ ഒരല്പം സവാള ചേർക്കാം. ചട്നിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഇനി ഇതിലൊരല്പം പുതിന ചേർക്കാൻ പോവുകയാണ്. പുതിന വീട്ടിലുള്ളതുകൊണ്ട് ഞാനിത് കുറച്ച് ചേർക്കാമെന്ന് വെച്ചു. നല്ല ടേസ്റ്റാണല്ലോ. അതുമല്ല വയറ്റിനൊക്കെ നല്ലതാണ്. ഡെയിലി എന്തിലെങ്കിലുമൊക്കെ ഒരല്പം പുതിന ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. വെള്ളത്തിലിട്ട് വെറുതെ അരച്ച് കുടിക്കുന്നത് നല്ലതാണ്. ഒരല്പം ഉപ്പ് കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഈ ചട്നി ചൂടാക്കുകയൊന്നും വേണ്ട. ഒരല്പം നാരങ്ങ നീര് കൂടി ചേർക്കാം. നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് ചേർക്കുമ്പോൾ അരി എടുത്ത് മാറ്റിയതിന് ശേഷം ഇങ്ങനെ പിഴിഞ്ഞ് ചേർക്കാം. ഒന്നുകൂടി ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ട് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിപ്പ് മാത്രമേ ഉള്ളൂ. പാൻ ചൂടാക്കി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും 2 വറ്റൽമുളക് കൂടി ചേർക്കാം. ഇതിൽ ഒരല്പം കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഇത് ചട്നിയിലോട്ട് ഒഴിക്കാം. ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശമാവ് ഇപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കുന്ന പാൻ ചൂടാക്കാനായിട്ട് വച്ചിട്ടുണ്ട്. ഇതിൽ ചേർക്കാനായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യുമാണ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പാനിലൊരല്പം എണ്ണ തൂവി ഒന്ന് തുടച്ചെടുക്കാം. ഇനി ദോശമാവ് കോരി ഒഴിക്കാം. ഈ മാവ് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാൻ 2 മിനിറ്റ് പോലും വേണ്ടി വരില്ല. അത്രയ്ക്ക് എളുപ്പമാണ് ഈ ഗോതമ്പ് ദോശ. നമ്മൾ അരിമാവ് കൊണ്ടുള്ള ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം വേണമല്ലോ. ഇത് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാകും. ഇതിൻ്റെ മേളിലേക്ക് ആവശ്യാനുസരണം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് എണ്ണയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ചട്ടുകം കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ എല്ലായിടത്തും ആകും. ഇത് ഇനിയും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ചുട്ടെടുക്കാം. ബീറ്റ്റൂട്ട് ചേർത്തത് കൊണ്ട് നല്ല കളറാണല്ലോ. അപ്പോൾ മീഡിയം ഫ്ലെയിം ആകുമ്പോൾ ഇത് നല്ല വേകുകയും ചെയ്യും. നല്ല കളർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. തീ കൂട്ടി വെച്ചാൽ ആ ഒരു കളറ് നഷ്ടപ്പെടും. ഈ 1 കപ്പ് മാവ് കൊണ്ട് 8 ദോശ വരെ ഈ അളവിൽ ഉണ്ടാക്കാൻ സാധിക്കും. സ്കൂളിൽ പലഹാരങ്ങളൊക്കെ കൊണ്ടുപോയി ലഞ്ച് സമയത്ത് കഴിക്കുന്ന കുട്ടികളുണ്ടാകാം. ആ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ ദോശ ഉണ്ടാക്കി കൊടുത്ത് നോക്കും. വളരെ നല്ലതാണ്. ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും മക്കൾക്കും ഫാമിലിക്കുമൊക്കെ ഇതുപോലൊരു ദോശ ഉണ്ടാക്കി അവരെ കൊതിപ്പിക്കുക. നല്ല കളർഫുള്ളാണല്ലോ.
ഈ ബീറ്റ്റൂട്ട് പതിവായിട്ട് കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്, ഹൃദയാരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ വിളർച്ചയുടെ ലക്ഷണമോ അല്ലെങ്കിൽ ഓർമ്മക്കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ബീറ്റ്റൂട്ട് കഴിക്കാനാണ് ഡോക്ടർമാർ പറയുന്നത്. രക്തസമ്മർദ്ദം കുറയ്ക്കാനും അതുപോലെ കൊളസ്ട്രോളിൻ്റെ അളവിനെ നിയന്ത്രിച്ച് നിർത്താനും ഒക്കെ ബീറ്റ്റൂട്ട് സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിലൊക്കെ ബീറ്റ്റൂട്ട് ദിവസവും കഴിക്കാൻ ശ്രമിക്കുക. ബീറ്റ്റൂട്ട് ചേർത്തുണ്ടാക്കിയ ധാരാളം റെസിപ്പീസ് എൻ്റെ ഈ ചാനൽ തന്നെ ഉണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.